ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ളൊരു ഭാഗം പഠിക്കാം. അപ്പോൾ ഇന്ന് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരതിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന ഭാഗമാണ് പഠിക്കുന്നത്. അതിൽ ഗൗരി പാർവതി ഭായിയെ കുറിച്ചും സ്വാതി തിരുനാളിനെ കുറിച്ചും നമുക്കിന്ന് പഠിക്കാം. വീഡിയോയിലേക്ക് പോകാം. ഗൗരി പാർവതി ഭായി ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1815 മുതൽ 1829 വരെയാണ്. 1815 മുതൽ 1829 വരെയാണ് ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലഘട്ടം. രാമവർമ്മ സ്വാതി തിരുനാൾ രാജകുമാരന് പ്രായം തികയുന്നതുവരെയുള്ള കാലത്തേക്ക് റീജൻ്റായി. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജൻ്റ് ആരാണ്? ഗൗരി പാർവതി ഭായിയാണ്. ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലത്തെ കൃഷിക്കും വാണിജ്യത്തിനും ഗണനീയമായ പുരോഗതി ഉണ്ടായി. കച്ചവട സൗകര്യത്തിനായി ജലഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്തെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന തോടും പാർവതി പുത്തനാറും ഈ റാണിയുടെ കാലത്താണ് നിർമ്മിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്തെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന തോടും പാർവതി പുത്തനാറും ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? പാർവതി ഭായിയുടെ കാലത്താണ് നിർമ്മിച്ചത്. 1816 ലണ്ടൻ മിഷന് നാഗർകോവിലിൽ വിദ്യാലയം സ്ഥാപിക്കാനുള്ള സൗകര്യം നൽകി. 1816 ലണ്ടൻ മിഷന് നാഗർകോവിലിൽ വിദ്യാലയം സ്ഥാപിക്കാനുള്ള സൗകര്യം നൽകിയതാരാണ്? ഗൗരി പാർവതി ഭായിയാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം നടത്താൻ സഹായവും ചെയ്തു കൊടുത്തു. അപ്പം ലണ്ടൻ മിഷന് നാഗർകോവിലിൽ വിദ്യാലയം സ്ഥാപിക്കാനുള്ള സൗകര്യം നൽകി. ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം നടത്താൻ സഹായവും ചെയ്തു കൊടുത്തു. കൊല്ലം ജില്ലയിലെ കല്ലടയിലുള്ള ഒരു തുരുത്ത്, അതായത് മൺട്രോ തുരുത്ത്, ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തു. അവർക്ക് സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. സാമൂഹിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന നിരവധി രാജകീയ വിളംബരങ്ങൾ ഇക്കാലത്തുണ്ടായി. ഹിന്ദുമത അനുഷ്ഠാനത്തോടനുബന്ധിച്ചുള്ള ജോലികൾക്ക് കുടിയാന്മാരായ ക്രിസ്ത്യാനികളെ കൊണ്ട് ഊഴിയം എന്ന സേവനം ചെയ്യാൻ പാടുള്ളതല്ല എന്നു വിലക്കി. അപ്പം ഊഴിയം നിർത്തലാക്കിയതാരാണ്? റാണി ഗൗരി പാർവതി ഭായിയാണ്. ശൂദ്രജാതിയിൽപ്പെടുന്നവരും മറ്റുള്ളവരും സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് ആഭരണം ധരിക്കുന്നതിൻ്റെ നിയന്ത്രണം പിൻവലിച്ചു. ശൂദ്രജാതിയിൽപ്പെടുന്നവരും മറ്റുള്ളവരും സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് ആഭരണം ധരിക്കുന്നതിൻ്റെ നിയന്ത്രണം പിൻവലിച്ച റാണി ആരാണ്? ഗൗരി പാർവതി ഭായിയാണ്. അപ്പം എത്രയാണ് ഗൗരി പാർവതി ഭായിയുടെ ഭരണ നേട്ടങ്ങൾ? എന്താണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജൻ്റാണ് ആര്? ഗൗരി പാർവതി ഭായി. തിരുവനന്തപുരത്തെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന തോടും പാർവതി പുത്തനാറും നിർമ്മിച്ചത് ഗൗരി പാർവതി ഭായിയുടെ കാലത്താണ്. 1816 ലണ്ടൻ മിഷന് നാഗർകോവിലിൽ വിദ്യാലയം സ്ഥാപിക്കാനുള്ള സൗകര്യം നൽകി. ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് ആലപ്പുഴയിലും കോട്ടയത്തും പ്രവർത്തനം നടത്താൻ സഹായവും ചെയ്തു കൊടുത്തു. കൊല്ലം ജില്ലയിലെ കല്ലടയിലുള്ള ഒരു തുരുത്തായ മൺട്രോ തുരുത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുത്തു. ഊഴിയം നിർത്തലാക്കി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം കൊണ്ടുവന്നതും ഗൗരി പാർവതി ഭായിയാണ്. എന്നാണ് പ്രൈമറി വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത്? 1817 സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത്. പിന്നീട് ശൂദ്രജാതിയിൽപ്പെടുന്നവരും മറ്റുള്ളവരും സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് ആഭരണം ധരിക്കുന്നതിൻ്റെ നിയന്ത്രണം പിൻവലിച്ചതും ഗൗരി പാർവതി ഭായിയാണ്. അടുത്തത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1829 മുതൽ 1847 വരെയാണ്.
1829 മുതൽ 1847 വരെയാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെയും ചങ്ങനാശ്ശേരി രാജരാജവർമ്മ കോയിത്തമ്പുരാൻ്റെയും മകനായി 1813 ഏപ്രിൽ 16 തീയതിയാണ് സ്വാതി തിരുനാൾ ജനിച്ചത്. അപ്പം തൻ്റെ 16 വയസ്സിലാണ് അദ്ദേഹം ഭരണം ഏറ്റെടുത്തത്. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ട സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ഭരണകാലം തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക രംഗത്തെ സുവർണ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ്. അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടത്? സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ രാജ്യത്തിൻ്റെ അടുത്ത കിരീടാവകാശിയായി തീർന്ന അദ്ദേഹം ഗർഭശ്രീമാൻ എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. സംഗീതം, സാഹിത്യം, ഇതര കലകൾ, സംസ്കാരം തുടങ്ങിയവയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത്രയും സേവനമനുഷ്ഠിച്ചിട്ടുള്ള മറ്റൊരു തിരുവിതാംകൂർ രാജാവില്ല. സകല കലകളുടെയും സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. കർണാടക സംഗീതത്തിലെ അതികായനായിരുന്ന മേരസ്വാമിയും മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ എന്ന തഞ്ചാവൂർ നാൽവർ സഹോദരന്മാരും അസാധാരണ പ്രതിഭാശാലിയായിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാരും അദ്ദേഹത്തിൻ്റെ സദസ്സ് അലങ്കരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ കവികളിൽ പ്രമുഖൻ ഇരയിമ്പൻ തമ്പിയായിരുന്നു. അപ്പോൾ ഇരയിമ്പൻ തമ്പി ആരുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? സ്വാതി തിരുനാളിൻ്റെ കാലത്തെ കവിയായിരുന്നു ആര്? ഇരയിമ്പൻ തമ്പി എന്ന് പറയുന്നത്. ഓമനത്തിങ്കൾ കിടാവേ എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് ആരാണ് രചിച്ചത്? ഇരയിമ്പൻ തമ്പി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് രചിച്ചത് ഇരയിമ്പൻ തമ്പിയാണ്. രാവണ വിജയം ആട്ടക്കഥയുടെ കർത്താവായ വിദ്വാൻ കിളിമാനൂർ രാജരാജവർമ്മ കോയിത്തമ്പുരാൻ സ്വാതി തിരുനാളിൻ്റെ ഉറ്റ മിത്രമായിരുന്നു. സംഗീതജ്ഞനെന്ന നിലയിൽ സ്വാതി തിരുനാൾ അർപ്പിച്ച സംഭാവനകൾ അദ്ദേഹത്തെ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിവർക്ക് സമശീർഷനാക്കി തീർത്തു. അപ്പോൾ സംഗീതത്തിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണ്? ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. ഭരണരംഗത്തെ നിരവധി പരിഷ്കാരങ്ങൾ സ്വാതി തിരുനാളിൻ്റെ കാലത്തുണ്ടായി. തിരുവനന്തപുരം പൂർണ്ണമായ അർത്ഥത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായത് ഇക്കാലത്താണ്. അപ്പോൾ തിരുവനന്തപുരം പൂർണ്ണമായ അർത്ഥത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായത് ആരുടെ കാലത്താണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. കൊല്ലത്ത് നടന്നുകൊണ്ടിരുന്ന ഹുസൂർ കച്ചേരിയും മറ്റ് പൊതു ഓഫീസുകളും മഹാരാജാവിൻ്റെ ആസ്ഥാനത്തിനടുത്തായി തിരുവനന്തപുരം കോട്ടയ്ക്കകത്തായി മാറ്റി സ്ഥാപിച്ചു. തിരുവനന്തപുരത്തെ നേപ്പിയർ കാഴ്ച ബംഗ്ലാവിനും വാനനിരീക്ഷണ കേന്ദ്രത്തിനും മൃഗശാലയ്ക്കും എഞ്ചിനീയറിംഗ് വകുപ്പിനും രൂപം കൊടുത്തത് സ്വാതി തിരുനാളാണ്. നീതിന്യായ വകുപ്പ് പുനഃസംഘടനയുടെ ഭാഗമായി അപ്പീൽ കോടതികൾ, ജില്ലാ കോടതികൾ, മുൻസബ് കോടതികൾ എന്നീ 3 തലത്തിലുള്ള നീതിന്യായ സംവിധാനത്തിന് രൂപം നൽകി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സംവിധാനത്തിൻ്റെ മാതൃകയിൽ മജിസ്ട്രേറ്റ് കോടതികളും പോലീസ് വകുപ്പും പരിഷ്കരിച്ചു. അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അന്ധവിശ്വാസത്തിൽ അടിയുറച്ചതും പ്രാകൃതവുമായ ശിക്ഷാ സമ്പ്രദായങ്ങൾ സ്വാതി തിരുനാൾ നിർത്തലാക്കി. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് സ്വാതി തിരുനാൾ നിർത്തൽ ചെയ്തു. അപ്പോൾ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. 1834 അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. എന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്? 1834. നാഗർകോവിലിൽ ഒരു സ്വകാര്യ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ജെ റോബർട്ട്സിനെയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. 1836
അത് രാജാസ് ഫ്രീ സ്കൂളായി മാറി. അപ്പോൾ 1834 അദ്ദേഹം സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂളാണ് പിൽക്കാലത്ത് രാജാസ് ഫ്രീ സ്കൂളായിട്ട് മാറിയത്. എന്നാണ് 1836 അത് രാജാസ് ഫ്രീ സ്കൂളായി മാറിയത്. 1837 വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. നിലം പുരയിടങ്ങളെല്ലാം അളന്ന് തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റും ഫലവൃക്ഷങ്ങളിൽ നിന്നുമുള്ള ആദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കാനുള്ള ഒരു റവന്യൂ സർവേയും 1837 ആരംഭിച്ചു. റവന്യൂ സർവേ ആരംഭിച്ചത് 1837. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 1836 തിരുവിതാംകൂറിലെടുത്ത കനേഷുമാരി അഥവാ സെൻസസ്. അപ്പോൾ ആദ്യമായിട്ട് കനേഷ്മാരി കണക്കെടുപ്പ് നടത്തിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. എന്നാണ് 1836. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത് എന്നാണ് 1872. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത് 1872. തിരുവിതാംകൂറിൽ 1836 സ്വാതി തിരുനാളാണ് ആദ്യമായിട്ട് സെൻസസ് എടുത്തത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സൗജന്യ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുകയും കൊട്ടാരം ഫിഷങ്കറിനെ അതിൻ്റെ മേധാവിയായി നിയമിക്കുകയും ചെയ്തു. അപ്പം തിരുവനന്തപുരത്ത് സൗജന്യ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ്. തഞ്ചാവൂരിൽ നിന്നും ശില്പികളെ വരുത്തി അദ്ദേഹം നിർമ്മിച്ച മനോഹര സൗധമാണ് കുതിരമാളിക. അപ്പോൾ കുതിരമാളിക പണിതത് ആരാണ്? സ്വാതി തിരുനാളാണ്. തഞ്ചാവൂരിൽ നിന്നും ശില്പികളെ വരുത്തിയാണ് അദ്ദേഹം കുതിരമാളിക പണിതത്. കഴിവുറ്റ ഭരണാധികാരി എന്നതിലുപരി സമുന്നതനായ സംഗീതജ്ഞൻ, വിശിഷ്ടങ്ങളായ കീർത്തനങ്ങളുടെ രചയിതാവ് എന്നീ നിലയിലും സ്വാതി തിരുനാൾ ഓർമ്മിക്കപ്പെടുന്നു. ശ്രീ പത്മനാഭദാസൻ എന്ന നിലയ്ക്ക് തൻ്റെ കുലദൈവത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കാനാണ് അദ്ദേഹം കലാപ്രതിഭ ഉപയോഗിച്ചത്. 200ഓളം കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ്? ഭക്തിമഞ്ജരി, സ്യാനന്തൂര പൂരവർണ്ണന പ്രബന്ധം, ശ്രീ പത്മനാഭ ശതകം, കുചേലോപാഖ്യാനം തുടങ്ങിയ ഭക്തി പാരവശ്യം തുടങ്ങുന്ന നിരവധി രചനകൾ സ്വാതി തിരുനാളിൻ്റേതായുണ്ട്. എത്രയൊക്കെയാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണ നേട്ടങ്ങൾ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. അതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്തു പറഞ്ഞത്. ഓക്കെ.